CPM വയനാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആത്മഹത്യ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കും കത്തയച്ച CPM പ്രവർത്തകൻ. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ 14 ലക്ഷം നിക്ഷേപിച്ച് കടത്തിലായ വയനാട് സ്വദേശി നൌഷാദിന്റേതാണ് ഈ ആത്മഹത്യാ ഭീഷണി. CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരിക്ക് പണം നൽകിയ 600ഓളം നിക്ഷേപകരാണ് നിത്യച്ചെലവിന് പോലും പണമില്ലാതെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മാനസിക വിഷമത്തിലും കഴിയുന്നത്. സംസ്ഥാന ക്ഷീരവകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിച്ചിരുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മാംസ സംസ്കരണ ഫാക്ടറി ഉൾപ്പെടെയുള്ള വിപുലമായ പല പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരിയിൽ 70 കോടിയോളം രൂപയാണ് 600 ആളുകളിൽ നിന്നായി നേതാക്കൾ പിരിച്ചെടുത്തിരുന്നത്. എന്നാൽ പതിയെ താളം തെറ്റിയ പ്രവർത്തനങ്ങൾ കമ്പനിയുടെ വൻ തകർച്ചയിലാണ് കലാശിച്ചത്. വലിയ പ്രതീക്ഷകളോടെ നിക്ഷേപം നടത്തിയ കുടുംബങ്ങളും ഒരാഴ്ചക്കാലം മുഴുവൻ സമ്പാദിച്ചത് നിക്ഷേപിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുമടക്കം വൻ കടക്കണിയിൽ വീണു. അങ്ങനെ വലിയ ദുരിതത്തിലായിപ്പോയ പാർട്ടി പ്രവർത്തകനായ നൌഷാദാണ് വയനാട് AKG സെന്ററിൽ ആത്മഹത്യ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും ഉൾപ്പെടെ കത്തെഴുതിയിരിക്കുന്നത്. ഞാനിപ്പോഴും പാർട്ടി പ്രവർത്തകൻ തന്നെയാണ്. പക്ഷേ ഇവർ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. മുൻ MLA കൃഷ്ണപ്രസാദ്, ജില്ലാ സെക്രട്ടറി സഖാവ് വേലായുധേട്ടൻ, പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ കൊടുത്തത്. സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ, പരിചയമുള്ള ആളുകൾ വിശ്വസിച്ചു പോയി. വലിയ നിക്ഷേപം വന്ന 2013 ശേഷം തന്നെ ബ്രഹ്മഗിരി തകർച്ചയിലേക്ക് പോവുകയായിരുന്നു. 2022ഓടെ ബ്രഹ്മഗിരി പൂർണ്ണമായും തകർന്നു. കമ്പനിയുടെ പ്രധാന പ്രവർത്തന മേഖലയായ മാംസ സംസ്കരണ ഫാക്ടറി പൂട്ടി. കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണം പ്രവർത്തനത്തിലെ പാളിച്ചയാണെന്ന് നേതാക്കൾ പ്രചരിപ്പിച്ചെങ്കിലും വൻ ക്രമക്കേടുകൾ കൂടി നടന്നതാണ് തകർച്ചയിലേക്ക് നയിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. വ്യാപക ക്രമക്കേടുകൾ നടന്നിരുന്നുവെന്നും അതിൽ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നും ബ്രഹ്മഗിരിയിലെ ജീവനക്കാരൻ കൂടിയായ നൌഷാദ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. പോത്ത് ഇറക്കുമതി ചെയ്യുന്നതിലും പോത്തുകുട്ടികളെ കൊണ്ടുവരുന്നതിലൊക്കെ വ്യാപകമായ രീതിയിൽ തന്നെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് അതാത് സമയത്ത് തന്നെ സ്ഥാപനത്തിന്റെ മേലധികാരികളെയും പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെയും ഞാൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. ബ്രഹ്മഗിരിയിലെ വഞ്ചനയിൽ പണമില്ലാതായതോടെ ഒരു സുഹൃത്തിന് കൊടുത്ത ചെക്ക് മടങ്ങിയതിനെ തുടർന്ന് നൌഷാദിന് ജയിലിൽ വരെ കിടക്കേണ്ട സാഹചര്യവും ഉണ്ടായി. പൂട്ടിപ്പോയ സ്ഥാപനത്തിലേക്ക് 2 ലക്ഷം രൂപയും കൂടെ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചു. അപ്പോൾ ഞാൻ മറ്റൊരാൾക്ക് എൻ്റെ ഒരു സ്ഥലം മേടിച്ചൊരു പൈസ കൊടുക്കാനുള്ള പൈസയായിരുന്നു അത്. ഇദ്ദേഹം കൊടുത്ത ചെക്ക് കേസിൽ ഞാൻ 3 ദിവസം ജയിലിലായി. ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്നെപ്പോലെ ഒരുപാട് DYFI CPM പ്രവർത്തകരുണ്ട്. അവർക്ക് എല്ലാവർക്കും നീതി കിട്ടണം. എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി തന്നിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് പൈസ മേടിച്ചത്, എന്നോട് പൈസ നൽകാൻ ആവശ്യപ്പെട്ടത് AKG സെൻറ്ററിൽ വിളിച്ചു വരുത്തിയിട്ടാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി. എനിക്ക് അവിടെ എത്തി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.